അപ്പോൾ നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നമ്മളിത് മൈൻഡ്രോളിംഗ് മൊണാസ്ട്രിയിലാട്ടോ. ഇത് ഡെറാഡൂണിലെ നമ്മുടെ ബുദ്ധ സ്റ്റാച്ചുവിന് തൊട്ട് മുട്ടിയിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ്. അപ്പം ജസ്റ്റ് എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല, എൻട്രിയൊക്കെ വളരെ ഫ്രീ ആണ്. അകത്ത് കാണാനുള്ള കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് ഒരു മാപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇത് കുറച്ച് ഏരിയ ഉണ്ട് കാണാൻ. ഇത് മാത്രമല്ല, ഇതിനകത്ത് സ്കൂള് കോളേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മൊണാസ്ട്രി മാത്രമല്ല. ഇതെന്ന് പറയുന്നത് 1965 അന്നത്തെ ഇവരുടെ മറ്റേ റിംപോച്ചയില്ലേ, ദൈവമായ റിംപോച്ച, കുറച്ച് ഗ്രൂപ്പും ചേർന്നിട്ട് ഉണ്ടാക്കിയതാട്ടോ ഉത്തരാഖണ്ഡിൽ ഡെറാഡൂണിൽ. ഇവിടെ ഒരു 9000 മോങ്സ് ഓൾറെഡി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടെ പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ കേട്ടോ, ഇവിടെ കോളേജ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇവിടെ ജസ്റ്റ് അതിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ കൊടുത്തിട്ടുണ്ട്. മൈൻഡ്രോളിംഗ് എന്ന് വെച്ചാൽ ദ ബെസ്റ്റ് പ്ലേസ് ഫോർ ഫ്രീഡം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഈ സ്തൂപത്തിൻ്റെ അകത്തായിട്ടൊരു പ്രയർ ഹാള് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കയറാൻ പറ്റും കേട്ടോ, നല്ല സ്റ്റെപ്പ് കയറി അകത്തോട്ട് കയറണം. ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ അകത്തെ കാഴ്ചകളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോഴത്തെ സൈഡിൽ വേറെ സ്റ്റാച്ചു കൂടി ഉണ്ട് കേട്ടോ. ഇത് അടിപൊളിയാണ്, നല്ല വെയിലാണ് കേട്ടോ. നേരത്തെ കുളിച്ച് അത്യാവശ്യം നല്ല വെയിലുണ്ട്. തണുപ്പുള്ള സീസണാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവിടെ പിന്നെ ഒരു മെയിൻ അട്രാക്ഷൻ ഇതാണ്. ദലൈലാമ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാറ്, ഒരു ബെൻസിൻ്റെ കാറുണ്ട് ഇവിടെ. അത് അവിടെ ഒരു മെമ്മറി ആയിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ബിൽഡിംഗ് ഉണ്ട് കേട്ടോ അങ്ങോട്ടെല്ലാം. ഇത് കണ്ടോ, പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാനുള്ള സമയമില്ല. വർക്ക് തുടങ്ങാൻ സമയമായി, അതുകൊണ്ട് ഞാൻ വേറെ എവിടെയും പോകുന്നില്ല. ഇവിടുത്തെ വാളിൽ ഈ മൊണാസ്ട്രീൻ്റെ ഒരു ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അത് നൈസായിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഫ്രണ്ടിൽ നിന്ന് നമുക്കവിടെ ഒരു കടാവിളക്ക് പോലത്തെ വിളക്കൊക്കെ കാണാം. അങ്ങനെ സ്തൂപം കണ്ട് ഞാൻ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി കേട്ടോ. ഇതിന് പിന്നെ അതിൻ്റെ കുറച്ച് ഫ്രണ്ടിലേക്ക് വേറൊരു സ്റ്റാച്ചു കൂടി ഉണ്ട് നമ്മൾ എൻട്രി വരുന്ന സ്ഥലത്ത്. ഇത്രയൊക്കെയാണ് മൈൻഡ്രോളിംഗ് മൊണാസ്ട്രിയിൽ കാണാനില്ല കേട്ടോ. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് നമ്മളൊരു മെമ്മോറിയൽ ഉണ്ട്, ജസ്റ്റ് അവിടെ വരെ പോയിട്ട് വരാം. ഇതാണ് കലങ്ക വാർ മെമ്മോറിയൽ കേട്ടോ. 1814 ബ്രിട്ടീഷുകാരുമായിട്ടുണ്ടായ യുദ്ധത്തിൽ മരിച്ച നമ്മുടെ ഗൂർഖ സോൾജേഴ്സിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു മെമ്മോറിയലാണ്. ദി ഫസ്റ്റ് ആംഗ്ലോ നേപ്പാളീസ് വാർ. യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരാണ് ജയിച്ചതെങ്കിലും ഇങ്ങനൊരു മെമ്മോറിയലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്, ഒരു മൗണ്ടൈൻ്റെ ടോപ്പിലാണ്. അപ്പോൾ ഇതോടുകൂടി ഡെറാഡൂണിലെ കാഴ്ചകളെ
നമ്മൾ തീർക്കാം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ മുസൂറിയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.